മണിക്കൂറിൽ ആദ്യവും നമ്മൾ പോകുന്നത് തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടിയ വാർത്തയിലേക്ക് തന്നെയാണ്. കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തി 7 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ മുഴിക്കുളം പാലത്തിന് താഴെ പുഴയിൽ നിന്ന് സ്കൂബ ടീം കണ്ടെത്തിയത്. മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞിനെ മുഴിക്കുളം പാലത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അമ്മ പുഴയിലേക്ക് എറിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിലുള്ള അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. സന്ധ്യയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും വിവരങ്ങളുണ്ട്. കിരൺകുമാറും ഒപ്പം ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാനുവും ചേരും. കിരൺ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത് ഇന്നലെ രാത്രി വൈകിയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പുലർച്ചെയാണ് കല്യാണിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അമ്മ ചൂണ്ടിക്കാണിച്ച ഇടത്ത് തന്നെ കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന് ഈ അന്വേഷണം, ഈ കുട്ടിയെ പുഴയിലെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, കൊലക്കുറ്റം ചുമത്തിയതടക്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ട്. പക്ഷേ എന്താണ് ഇതിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഒരു അമ്മ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അതിലേക്ക് വഴിവെച്ച കാരണങ്ങൾ വളരെ പ്രധാനമാണ്. കിരൺ, വിവരങ്ങൾ എന്താണ്? വീണ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ സന്ധ്യക്കെതിരായിട്ട് കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇനി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഈ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ തന്നെയാണ് ഇനി വ്യക്തത ലഭിക്കേണ്ടത്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഇവരുള്ളത്. ഇവരെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ അമ്മക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. നാട്ടുകാരടക്കം ആ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ഭർതൃ വീട്ടിൽ നിന്ന് ഈ സ്ത്രീക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഇവരുടെ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ട സമയത്ത് ഈ സ്ത്രീ തന്നെ കൊല്ലാൻ വന്നതാണോ എന്ന രീതിയിൽ ഇയാളോട് പേര് ചോദിച്ചിരുന്നതായിട്ടും ചില നാട്ടുകാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും ഏതായാലും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീണ, ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാനു കൂടി ചേരുന്നുണ്ട്. സാനു, ചാലക്കുടി പുഴയുടെ ആ ഭാഗത്തു നിന്നാണല്ലോ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് അമ്മ തന്നെയാണ് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്താനുള്ള തീരുമാനമാണ്. കോടതിയിൽ ഹാജരാക്കുക എപ്പോഴായിരിക്കും? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് സാനു? ഇന്നലെ വൈകിട്ട് തന്നെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുവരികയും തുടർന്ന് ചോദ്യം ചെയ്യലടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചോദ്യം ചെയ്യൽ, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, അതായത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തി അവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം, ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതായത് പോലീസ് ഇതിനകത്ത് പ്രധാന കാര്യമായിട്ട് അന്വേഷിക്കുന്നത് ഇത് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യാൻ, ഈ ഒരു കടുങ്കൈ ചെയ്യാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ചോദ്യം ചെയ്യുന്നത്. അതിൽ ഈ സന്ധിയിൽ നിന്ന് ഉത്തരം തേടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം ഒരു മോട്ടീവ്, ഇങ്ങനെ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് ഇവരെ നയിച്ച സാഹചര്യം എന്താണെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ സന്ധ്യയുടെ ഭർതൃ വീട്ടിൽ നിന്ന് നിരന്തരമായിട്ട് പീഡനങ്ങൾ, ഗാർഹിക പീഡനം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണവും ഈ സന്ധ്യയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുന്നതിനാൽ ചില ചികിത്സകളടക്കം ഇവർക്ക് നൽകിയിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വിവരങ്ങൾ മാത്രമാണ്. ഇതിലെല്ലാം ഒരു സ്ഥിരീകരണം, അതായത് പോലീസിന്റെ അന്വേഷണത്തിലല്ല ചോദ്യം ചെയ്യൽ, ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതേപോലെ തന്നെ 2 മക്കളുടെ അമ്മയാണ് സന്ധ്യ. ഇതിനു മുൻപും ഈ മക്കളെ അപായപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നതായിട്ടുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി അതിലൊരു ഉത്തരം തേടിയാൽ മാത്രമേ ഇതിനകത്തൊരു വ്യക്തത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഇവരിവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DYSP കൂടി വന്നിട്ട് ഉന്നതതല സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവരിൽ നിന്ന് ചില തെളിവെടുപ്പുകൾ കൂടി നടത്തുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോവുക. വീണ, സാനു, ഒരു സാധാരണ മനോനിലയുള്ള അമ്മ ഒരിക്കലും ചെയ്യാത്ത കാര്യം തന്നെയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ എന്തിന് ഈ കുട്ടിയെ അപായപ്പെടുത്തി എന്നുള്ള കാര്യം, അമ്മ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഏറെ
നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സാനു ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു ഭർത്തൃ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഈ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ ഭർത്തൃ വീട്ടിൽ നിന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടിയുടെ അമ്മ നേരിട്ടിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നാട്ടുകാരും മറ്റ് ഉള്ള ആളുകളുമൊക്കെ എന്തു പറയുന്നു എന്നുള്ളത് ഈ വിഷയത്തിൽ പ്രധാനമാണ്. അപ്പോൾ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ അമ്മയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനൊപ്പം ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലുമൊക്കെയും നടത്തിയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അമ്മയ്ക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നു എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ സന്ധ്യയുടെ ഭർത്താവിന് ഈ കുട്ടിയുടെ അച്ഛനെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് പോലീസ്. അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഒരു ആൺകുട്ടിയും ഒരു പെൺകുഞ്ഞുമാണ് ഇവർക്കുള്ളത്. അന്ന് ഇതിന് ശേഷം ഈ രണ്ട് മക്കളെയും അപായപ്പെടുത്താനായിട്ടുള്ള ശ്രമം പലപ്പോഴായി നടന്നിരുന്നു എന്നുള്ളൊരു ആരോപണം ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് ഇതിലൊരു കൂടുതൽ തെളിവെടുപ്പ് കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് പോവേണ്ട സാഹചര്യമുണ്ട് എന്ന് പോലീസ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഈ സന്ധ്യയുടെ വീട്ടുകാർ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. ഭർത്തൃ വീട്ടിൽ നിന്ന് സന്ധ്യ ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം അവിടെ നിന്നും കൂടെ ഉയർന്ന സാഹചര്യത്തിൽ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ, അതായത് സന്ധ്യയ്ക്കൊപ്പം തന്നെ ഭർത്താവിനെയും കൂടെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ആ ഒരു ചോദ്യം ചെയ്യലിലും പരിശോധനകൾ അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ എല്ലാം ഇവർ വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് പോലീസിന് നൽകിയിരുന്നത്. ആദ്യം ആലുവയിൽ സ്വകാര്യ ബസ്സിൽ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് ഇവർ ആദ്യം നൽകിയ മൊഴി. തുടർന്ന് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴത്തേനാണ് പുഴയിലേക്ക് എറിഞ്ഞ് അപായപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു വിവരം ഇവർ പോലീസിന് കൈമാറുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, അതിനുള്ള ഒരു ഉത്തരം തേടുന്ന നടപടികളിലേക്കാണ് ചെങ്ങമനാട് പോലീസ് നീങ്ങുന്നത്. വീണ, അതേസമയം ഈ മാനസിക സ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയും എല്ലാവരും പറയുന്നുണ്ടല്ലോ സാനു, ആ കാര്യത്തിലൊരു വ്യക്തത എന്താണ്? കാരണം ഇന്നലെ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷവും അതിനു മുമ്പുമൊക്കെ അമ്മയും ഒത്ത് പോലീസ് തിരച്ചിലിന് ഇറങ്ങിയപ്പോഴൊക്കെയും പോലീസ് ജീപ്പിൽ ഇരുന്നു കൊണ്ടും ഇവർ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അവരും സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലൊക്കെയും സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് വ്യക്തമാകാത്തൊരു കാര്യം, ബന്ധുക്കളൊക്കെയും പറയുന്നുണ്ട് മാനസികമായി ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ അവർ തന്നെ എടുത്തുകൊണ്ട് പോയത്? തനിയെ കുഞ്ഞിനെ അവർക്കൊപ്പം എങ്ങനെ അയക്കാൻ കഴിഞ്ഞു? ഈ അങ്കണവാടിയിലുള്ളവർക്കൊന്നും ഈ വിഷയം ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അത്തരം കാര്യങ്ങളിലുമൊക്കെയും നമുക്കൊരു വ്യക്തത വരാതെ നിൽക്കുന്നുണ്ട് സാനു. തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്കും വ്യക്തത വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്, അല്ലെ നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ആ വിവരങ്ങൾക്കൊക്കെ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഇപ്പോൾ ഇവരുടെ ലക്ഷ്യമിടുന്നത്. അതായത് ഈ രണ്ട് വീട്ടുകാരും, അതായത് സന്ധ്യയുടെ വീട്ടുകാരും അതേപോലെ തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഒരേ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതായത് രണ്ട് ഭാഗത്തു നിന്നും ഭർത്തൃ വീട്ടിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സന്ധ്യയുടെ വീട്ടുകാരും കുടുംബവും അതേപോലെ തന്നെ കുട്ടികളെ അപായപ്പെടുത്താനുള്ള പതിവായിട്ടുള്ള ശ്രമം സന്ധ്യയുടെ ഭാഗത്തു നിന്ന് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടെന്ന് ഈ ഭർത്തൃ വീട്ടുകാരും കൂടെ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പരസ്പര ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ആദ്യത്തെ നടപടി. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവരിത് നേരിട്ടിരുന്നു. ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ഈ പീഡനം മൂലം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കുടുംബ പ്രശ്നമാണ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കുട്ടീൻ്റെ അപായപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിൽ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഇവരെ ചോദ്യം ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിലേക്ക് അടക്കം ഹാജരാക്കുന്ന ഒരു നടപടി ഉണ്ടാവുന്നത്. ഓക്കെ, സാനുവും കിരണുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പലതരത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കാനിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരും. സമയം എപ്പോഴാണ് കുട്ടിയുടെ മരണം സംഭവിച്ചതെന്നുള്ളടക്കം ഇക്കാര്യത്തിൽ നിർണായകമാണ്. അതേസമയം വീട്ടുകാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെയും നടക്കുകയാണ്. കാരണം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നും അത്
ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് എന്നൊക്കെയുമാണ് നമുക്ക് വ്യക്തമാകുന്നത്. സാനു തുടരുക തന്നെയാണ്. സാനു, ഇന്ന് എത്ര മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിനോടും എങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മ പ്രതികരിക്കുന്നത്, കല്യാണിയുടെ അമ്മ പ്രതികരിക്കുന്നത്? അവർക്ക് ഈ മാനസിക പ്രശ്നം ഉണ്ട് എങ്കിൽ അതിന് മുൻപ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നൊരു സാഹചര്യമൊക്കെയും ഉണ്ടാവില്ലേ? മറ്റു വൈദ്യപരിശോധനകൾക്കായൊക്കെ കൊണ്ടുപോകേണ്ടതല്ലേ? ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്കും അതേപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യൽ പല ഘട്ടങ്ങളിൽ പല മറുപടികളാണ് ഇവർ നൽകിയിട്ടുള്ളത്. അതായത് ആദ്യം താൻ കുട്ടീനെ സ്വകാര്യ ബസ്സിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയുകയും പിന്നീട് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ ആണ് ഇവര് താൻ പുഴയിലേക്ക് കുട്ടീനെ എറിഞ്ഞു എന്നുള്ളൊരു മൂഴിക്കുളം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് കുട്ടീനെ എറിഞ്ഞ് അപായപ്പെടുത്തി എന്നുള്ള തരത്തിലേക്കുള്ള സൂചനകൾ പോലീസിന് നൽകിയത്. ആദ്യം പുത്തൻകുരിശ് പോലീസാണ് ഈ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്നാണ് ചെങ്ങമനാട് പോലീസ് ഈ വിഷയത്തിൽ മിസ്സിംഗ് കേസ് പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഈ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ സന്ധ്യ ഉണ്ടായിരുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഇവര് വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് പോലീസിന് നൽകിയത്. അതായത് ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോഴെല്ലാം നൽകിയിരുന്ന. അങ്ങനൊരു മറുപടി കിട്ടിയപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഇവർ ഈ പുഴയിലേക്ക് എറിഞ്ഞ് ഈ കുട്ടീനെ അപായപ്പെടുത്തി എന്നുള്ളൊരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്നാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തുന്നതിലേക്കെല്ലാം പോലീസ് നീങ്ങിയ. തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ കുട്ടീനായിട്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് ഇവർ ഈ കുട്ടീനെ വെള്ളത്തിലെറിഞ്ഞ് തന്നെ അപായപ്പെടുത്തി എന്നുള്ള വ്യക്തതയിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടക്കുകയും 8.5 മണിക്കൂറിന് ശേഷം ഈ കുട്ടിയുടെ മൃതശരീരം ഈ പുഴയിൽ നിന്ന് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DYSP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വീണ. ഓക്കെ, ശരി. സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം കിരണും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓരോ മിനിറ്റിലും വരാം. കാരണം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവിധ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊക്കെയുള്ള അന്വേഷണങ്ങളും നടക്കുകയാണ്.